എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെറസുമേ പൂക്കളും പച്ചക്കറി ചെടികളും മാത്രമല്ല, ഒന്ന് രണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് നമ്മൾ ഗ്രോ ബാഗിൽ അടിയിൽ ഓട് വെച്ചിട്ടാണ് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ പാരപ്പറ്റ് വഴി സൺഷെയ്ഡ് മേലേക്ക് പടർത്തി ഇട്ടേക്കാണ്. വളരെ സുഖമായിട്ട് നമുക്കത് ചെയ്യാം. പൊട്ടിക്കാനും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. നമുക്കൊരു തോട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ ഒരു നീളമുള്ള വടിയുടെ കഷ്ണം ഉണ്ടായാൽ പതുക്കെ ആ കൊമ്പ് ടെറസുമേലേക്ക് തന്നെ വളച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെറസുമേനെ നിന്ന് സുഖമായിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇത് സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് പടർന്ന് നിൽക്കുന്നത് കൊണ്ട് സൺഷെയ്ഡ് ഇപ്പോൾ നമ്മളധികം നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുള്ളു കൊള്ളുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ശല്യങ്ങളോ നമുക്കില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ വലിയ ഗ്രോ ബാഗിൻ്റെ വലിയ സൈസ് ഉള്ളതിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ വേര് ടെറസുമേലേക്ക് ഇറങ്ങിപ്പോണ പ്രശ്നമൊന്നുമില്ല. അതൊരു താങ്ങ് പോലെ ജസ്റ്റ് അവിടെ നിൽക്കുന്നു എന്നുള്ളൂ. നമുക്കത് വേണ്ടെങ്കിൽ മുറിച്ച് കളയാം. നമുക്ക് ഒരു സീതപ്പഴവും ത്തിൻ്റെ തൈയും ടെറസുമേയുണ്ട്. അതിലും നമുക്കൊരു 10-15 കായൊക്കെ ഒരു കൊല്ലം നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടും ഒരു 5-8 ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമുക്ക് കൊല്ലത്തിൽ കിട്ടാറുണ്ട്. നമ്മുടെ ഒരു പൂതിക്ക് നമുക്ക് നമ്മുടെ ടെറസുമെന്ന് നമുക്ക് പൊട്ടിച്ച് തിന്നാനായിട്ട് ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. ഈ സീതപ്പഴവും നമ്മൾ നിൽക്കുന്നത് ഒരു 15 ലിറ്ററിൻ്റെ ക്യാനിൻ്റെ ഉള്ളിലാണ്.